നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കുട്ടികളിൽ പഠനം, സംസാരം, ആശയവിനിമയം എന്നിവയിൽ വൈകല്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓട്ടിസം എന്ന രോഗത്തിന് കാരണമാകാം. ഏപ്രിൽ 2-ന് വേൾഡ് ഓട്ടിസം ഡേ ആണ്. ഈ അസുഖത്തിനെക്കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഇത് നേരത്തെ കണ്ടുപിടിച്ചാൽ ഉണ്ടാക്കാവുന്ന സഹായം, ചികിത്സയിലെ സഹായത്തെക്കുറിച്ചും വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഇൻ ചൈൽഡ് ഗൈഡൻസ് ഡോക്ടർ ബീന ജോൺസൺ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ കുട്ടികളുണ്ടാകുന്ന പഠന വൈകല്യങ്ങൾ മാത്രമല്ല ഓട്ടിസം. ഈ അസുഖത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഓട്ടിസവും പഠന വൈകല്യവും രണ്ട് വിവിധ മേഖലയിൽ ഉണ്ടാകുന്ന കുട്ടികളിലെ പ്രശ്നങ്ങളാണ്. ഓട്ടിസം എന്നാൽ കുട്ടികളുടെ സാമൂഹികമായി ഇടപെടാനുള്ള കഴിവിൻ്റെയും അതുപോലെ സംസാരത്തിൻ്റെയും ആശയവിനിമയത്തിലും ഉണ്ടാകുന്ന വൈകല്യം മാത്രമാണ്. അത് സാധാരണയായി കുട്ടികൾ അവരുടെ പ്രായത്തിനനുസരിച്ച് സംസാരിക്കുവാനും ആശയവിനിമയം നടത്തുവാനുമുള്ള കഴിവുകൾ നേടേണ്ടതാണ്. പക്ഷേ ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് സാധാരണ 3 വയസ്സിന് മുമ്പ് ഇതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങും. അതായത് അവർക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഉള്ള കഴിവുണ്ടാവുകയില്ല. അതുപോലെ തന്നെ ശരീരഭാഷയിലൂടെ ആശയവിനിമയം നടത്താനുള്ള കഴിവുകൾ ഉണ്ടാവില്ല. അതിനോടൊപ്പം തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയും, സംസാരത്തിലുള്ള അവരുടെ കഴിവുകളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ 1 1.5 വയസ്സിൽ ചിലപ്പോൾ 3 4 വാക്കുകൾ പറയുന്ന ഒരു കുട്ടി തന്നെ ചിലപ്പോൾ 1.5 വയസ്സാകുമ്പോൾ സാധാരണ കുട്ടികൾ ഒരു 10 20 വാക്കുകൾ സംസാരിക്കണം. പക്ഷേ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്ന കുട്ടികൾ ചിലപ്പോൾ ആദ്യം 3 4 വാക്കുകൾ സംസാരിച്ചവർ 1.5 വയസ്സാകുമ്പോൾ ചിലപ്പോൾ 1 വാക്കായിട്ട് അത് ചുരുങ്ങും. ശരിക്കും 2 വയസ്സാകുമ്പോൾ കുട്ടികൾ ഏകദേശം 200-ൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ച് അമ്മ വരണം, വെള്ളം വേണം, അങ്ങനെയൊക്കെ പറയേണ്ടതാണ്. സാധാരണ ഈ കുട്ടികൾ ഓട്ടിസം ശരിക്കും ഉള്ള തീവ്രമായ ലെവലിലേക്ക് വരുന്ന കുട്ടികൾ 2 വയസ്സാകുമ്പോൾ ഒരു സംസാരവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ഇതിനോടൊപ്പം തന്നെ ഇവർക്ക് പെരുമാറ്റത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് ചിലപ്പോൾ ആവർത്തിച്ച് ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ചില പ്രവൃത്തികൾ സാധാരണ കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത ചില പ്രവൃത്തികൾ ഉണ്ടാവും. അത് ഇവർ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ സംസാരത്തിലും ആശയവിനിമയത്തിലും അതിനോടൊപ്പം തന്നെ പെരുമാറ്റത്തിലും പ്രശ്നങ്ങൾ കാണുമ്പോഴാണ് നമ്മളത് കുട്ടിക്ക് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളാണ് എന്ന് പറയുന്നത്. സാധാരണ ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ മോന്റെ ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നത്. ചോദിച്ചോളൂ. മോന്റെ അവനിപ്പോ 15 വയസ്സുണ്ട്. മൈൽഡ് ഓട്ടിസ്റ്റിക് ആയിരുന്നു ആള്. കുറച്ച് റിപ്പറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവൻ റൈറ്റ് ബ്രെയിൻ ആയിട്ടുള്ള കുട്ടിയാണ്. ലെഫ്റ്റ് ബ്രെയിൻ ലോജിക്കലായിട്ട് അവനൊന്നും കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ അവന് ഉദാഹരണത്തിന് ജീസസും 12 ശിഷ്യന്മാരുടെ പടം വരയ്ക്കും. എപ്പോഴും 13 പേര് കറക്റ്റ് ആയിരിക്കും. പക്ഷെ 13 കല്ല് പറിക്കൊണ്ട് വരാൻ പറയുമ്പോൾ അവൻ അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പിന്നീട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മുന്നോട്ട് പോകുമ്പോൾ ഒരു എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കക്ഷികളെല്ലാം വിഷ്വലായിട്ടാണ് കാണുന്നത്. ടെക്സ്റ്റിനെ ഒക്കെ പടമായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനത്തെ രീതിയാണോ? ഇപ്പോൾ ക്ലാസ്സിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ക്ലാസ്സിൽ അങ്ങനെ ഒരു ക്ലാസ്സിലല്ല പോകുന്നത്. അതായത് ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു സ്കൂളിലാണ് പോകുന്നത്. അതല്ലാതെ സിലബസ് ആയിട്ടുള്ള സ്കൂളിൽ പോകുമ്പോൾ കക്ഷിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എഴുത്തും വായനയും ഒക്കെ എങ്ങനെയുണ്ട്? മലയാളം എഴുതുക? എല്ലാ അക്ഷരങ്ങളും എല്ലാം അറിയാം, ഇംഗ്ലീഷ് അക്ഷരങ്ങളും എല്ലാം അറിയാം. പക്ഷെ അത് കൂട്ടി വായിച്ചൊരു ഐഡിയയിലോട്ട് പോകാൻ അറിയില്ല. ഓക്കെ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ തുടക്കത്തിൽ അതാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ പരിശീലനങ്ങൾ കൊടുത്താൽ ഇവർ നോർമൽ സ്കൂളിൽ പോകുന്ന കുട്ടികളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള അവസ്ഥയിൽ ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഇന്നത്തെ അവസ്ഥയിലുള്ള കുട്ടിയുടെ കഴിവുകൾ നമ്മൾ വിലയിരുത്തിയിട്ട് ആ കുട്ടിയെ സാധാരണ ഒരു സ്റ്റുഡൻ്റ് ആക്കാൻ, അല്ലെ സാധാരണ പൂർണ്ണമായി ഒരു നോർമൽ സ്കൂളിൽ പോയില്ലെങ്കിലും സ്വയം പര്യാപ്തത എന്ന് നമ്മൾ പറയും. സ്വന്തം ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ട കഴിവുകൾ നേടിയെടുക്കാനുള്ള പരിശീലനങ്ങളുണ്ട്. അത് ഈ കുട്ടികൾക്ക് നമുക്ക് ഇനി ഈ പ്രായത്തിലാണെങ്കിലും കൊടുത്ത് അവർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുവാനുള്ള കുറേ പരിശീലനങ്ങൾ ഇനിയും കൊടുക്കാം. അതിൽ പ്രധാനമായും മാതാപിതാക്കളെയും കൂടി ഉൾപ്പെടുത്തിയുള്ള പരിശീലനങ്ങളാണ്. അതുവഴി കുറേ കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഏകദേശം ഒരു കണക്കെടുക്കുകയാണെങ്കിൽ എത്ര കുട്ടികളിൽ ഇപ്പോൾ ഈ അസുഖം ഓട്ടിസം ഉണ്ട്?
ശരിക്കും പറഞ്ഞാൽ ഓട്ടിസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ കുട്ടികൾക്ക് കാഴ്ചയ്ക്കോ കേൾവിക്കോ ഒരു പ്രശ്നമില്ലാത്ത കുട്ടികളാണ്. അതുപോലെ ശാരീരിക വളർച്ചയും നോർമലാണ്. അപ്പം ഈ ഓട്ടിസത്തിന്റെ മാത്രം ലക്ഷണങ്ങളുള്ള കുട്ടികളെ പറ്റി നിരവധി രാജ്യങ്ങളിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം 2 ദശാബ്ദം മുമ്പ് 1000-ൽ കുട്ടിയിലായിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ 68 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ ഉള്ളതായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ കഴിഞ്ഞ 2 വർഷത്തെ പഠന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സാധാരണ ആൺകുട്ടികളിലാണ് ഇത് കൂടുതലായി കാണുന്നത്. പെൺകുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം 4 ഇരട്ടി ആയിട്ട് ആൺകുട്ടികളിൽ ഈ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഈ അസുഖത്തിന്റെ തോത് കൂടാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? അത് തോത് കൂടുന്നതിൻ്റെ ഒന്ന്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം കൂടിയപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള കുട്ടികൾക്ക് ഓട്ടിസം ആണെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. കഴിഞ്ഞൊരു 2 ദശാബ്ദത്തിനിടയിലാണ് അതിനെപ്പറ്റി ബോധവൽക്കരണം കൂടുതലുള്ളത്. മറ്റത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ സാധാരണ മാതാപിതാക്കൾക്ക് വിചാരിക്കും അത് ബുദ്ധിയുടെ പ്രശ്നമാണ്, അല്ലെ വെറും ഒരു സംസാര വൈകല്യമാണ്, അങ്ങനെയുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓട്ടിസത്തിന് ബോധവൽക്കരണം കൂടിയത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രിവലൻസ് റേറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ കുറേ നമ്മൾ കുട്ടികളുമായി നമ്മൾ ആശയവിനിമയം നടത്താനും സംസാരിക്കാനുമായി മാതാപിതാക്കളും കൂടുതൽ സമയം കണ്ടെത്തുന്നതിൻ്റെ ആ അളവ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞതുകൊണ്ട് ഓട്ടിസ്റ്റിക് സിംറ്റം വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. പിന്നെ കൊച്ചു കുട്ടികൾ സാധാരണ ഇലക്ട്രോണിക് മീഡിയ എക്സ്പോസ്ഡ് ആകുമ്പോൾ അവർക്ക് സാമൂഹികമായി ഇടപെടാനുള്ള കഴിവുകൾ കുറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയും ഈ ലക്ഷണങ്ങൾ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഈ ലക്ഷണങ്ങൾ തുടക്കത്തിലേ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ തുടക്കത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞാനത് തുടക്കം മുതൽ അവസാനം വരെയുള്ളത് വരെ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ സോഷ്യൽ സ്കിൽസ്, സാമൂഹികമായി ഇടപെടാനുള്ള കഴിവ്, ലാംഗ്വേജ് സ്കിൽസ്, സംസാരിക്കാനുള്ള ആശയവിനിമയം നടത്താനുള്ള കഴിവ്, അതിനാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്. കാഴ്ചയ്ക്കോ കേൾവിക്കോ ശാരീരിക വളർച്ചയ്ക്കോ പ്രശ്നമില്ല. അപ്പം നമ്മൾ ഈ ലാംഗ്വേജ് സ്കിൽസിനെ പറ്റിയും സോഷ്യൽ സ്കിൽസിനെ പറ്റിയും സമൂഹത്തിൽ മാതാപിതാക്കളുടെ ഇടയിൽ അവബോധം വളരെ കുറവാണ്. അപ്പോൾ അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ സ്കിൽസിൽ ആദ്യം തന്നെ നമ്മൾ കുട്ടി ജനിച്ചാൽ 6 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു തുടങ്ങണം. 2 മാസം ആകുമ്പോൾ സോഷ്യൽ സ്മൈൽ നല്ലോണം ഉണ്ടാകും. 3 മാസം ആകുമ്പം നമ്മൾ സ്മൈൽ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിൽ കൂടുതലും അമ്മമാരാണ് കുട്ടികളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം കുട്ടിയുടെ കൂടെ ആരാണോ ചെലവഴിക്കുന്നത് ആ വ്യക്തിയെ മറ്റു വ്യക്തികളിൽ നിന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവ് അത് 3-ാം മാസത്തിലുണ്ടാവും. അപ്പോൾ അവരുടെ ചിരി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അമ്മയെ കാണുമ്പോഴുള്ള ചിരി മറ്റു ചിരിയേക്കാളും വ്യത്യസ്തമായിരിക്കും. പിന്നെ സാധാരണ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഒരു 9 മാസം ആകുമ്പോൾ ബൈ ബൈ ഒക്കെ പറഞ്ഞു തുടങ്ങും. നമ്മളിപ്പം ബൈ ബൈ കാണിച്ചാൽ അവരും തിരിച്ച് ആക്ഷൻസ് വഴി അവരെ കാണിക്കും. അതുപോലെ തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ 10 മാസം കഴിയുമ്പോൾ ജോയിന്റ് അറ്റൻഷൻ സ്കിൽ എന്ന് പറഞ്ഞുണ്ട്. അതായത് ചുറ്റുപാടുമായിട്ട് അവർക്ക് വളരെയധികം താല്പര്യങ്ങൾ ജനിക്കും. അപ്പോൾ ചുറ്റുപാട് ഇപ്പം നല്ലൊരു ഭംഗിയുള്ള ഒരു ബോളോ എല്ലാം കണ്ടാൽ കുട്ടി ശരിക്കും ചൂണ്ടിയിട്ട് അവർ നമ്മൾ കാണിച്ചാൽ ചൂണ്ടിയിട്ട് ബോൾ എന്നുള്ള അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിക്കാൻ നോക്കും. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ടോയ്സ് കൊടുത്താൽ അതിലേക്ക് നോക്കിയിട്ട് നമ്മുടെ മുഖത്തേക്ക് അവർ തിരിച്ചു നോക്കും. എന്നിട്ട് നമ്മൾ അത് നോക്കി ചിരിക്കുന്നുണ്ടോ എന്നും നോക്കും. ഇതിനാണ് ജോയിന്റ് അറ്റൻഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. അതിനോട് കൂടെ തന്നെ സംസാരത്തിൽ ശരിക്കുള്ള സംസാരം വികസിക്കുന്നതിന് മുന്നോടിയായിട്ട് കുട്ടികൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളുണ്ട്. അത് മോണോസിലബിൾസ് എന്ന് പറയും. പ ബ ഡ ഡ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ 6 മാസം ആകുമ്പോൾ കുട്ടികൾ പുറപ്പെടുവിച്ച് തുടങ്ങും. അതുപോലെ തന്നെ ഇത് ബൈസിലബിൾസ് ആയിട്ട് 9 മാസം ആകുമ്പോൾ തന്നെ അവർ ഡ ഡ ഡ മ അങ്ങനത്തെ ശബ്ദങ്ങളും പുറപ്പെടുവിക്കും. അപ്പോൾ ഇതെല്ലാം വേണ്ട രീതിയിൽ വികസിക്കുന്നില്ലെങ്കിൽ, എസ്പെഷ്യലി ആ കുട്ടിയുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളുടെ പ്രാരംഭമാണ്. അത് ഓട്ടിസം ആകണമെന്ന് 100% ഉറപ്പില്ല. പക്ഷെ നമ്മൾ അപ്പോൾ തന്നെ അവർക്ക് സാമൂഹികമായി ഇടപെടാനും അവരുടെ ആശയവിനിമയം നടത്താനുമുള്ള പാരൻസിനെ ഉൾപ്പെടുത്തിയുള്ള സ്റ്റിമുലേഷൻ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഇവർ വേഗം തന്നെ ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന കുട്ടിക്ക് ഭാവിയിൽ ഓട്ടിസം വരാൻ സാധ്യത കുറവാണ്. ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സംസാരം, ഇപ്പം ഈ മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ചിരി ഇതുപോലെ തന്നെ അതൊക്കെ ആ ചെറുപ്പം മുതലേ കുറച്ചൊരു കുറവാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. അവരത് കുറച്ച് കഴിയുമ്പോൾ പലരുടെയും ഒരു ധാരണയുണ്ട്, ചെറുതല്ലേ കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടി അങ്ങ് ശരിയായിക്കോളും. അപ്പം ചെറിയ കുട്ടിയല്ലേ ഒന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട, വലുതാകുമ്പോൾ ശരിയാവുന്നു. അപ്പോൾ അവരൊന്നും ചെയ്യാതെ കുട്ടീനെ സാധാരണ പോലെ തന്നെ അവരെ വളർത്തിക്കൊണ്ടുവരും. അപ്പോൾ അവർ ചിലപ്പോൾ 1 വയസ്സാകുമ്പോൾ സാധാരണ കുട്ടികൾ അമ്മ അച്ഛ എന്നൊക്കെ വിളിച്ചു തുടങ്ങും. ഈ കുട്ടികൾ ഇതൊന്നും വിളിക്കില്ല. അത് കഴിഞ്ഞ് ചില കുട്ടികൾ ഒരു 10-15 മാസമൊക്കെ ആകുമ്പോൾ അമ്മ അമ്മ എന്നൊക്കെ വിളിച്ച് തുടങ്ങിയെങ്കിൽ തന്നെ ഓട്ടിസ്റ്റിക് ആകാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ അവർ 1.5 വയസ്സ് കഴിയുമ്പോൾ ആ സംസാരം കൂടെ ഇല്ലാണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ 1.5 വയസ്സിന് മുമ്പൊക്കെ സ്റ്റിമുലേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഈ കുട്ടികൾ 100% നോർമൽ കുട്ടികളായി
മാറുന്നുണ്ട്. അപ്പൊ ഈ സംസാരത്തിന്റെ ഇതിൽ അവര് സംസാരം ഇല്ലാണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. അതിന്റെ കൂടെ തന്നെ അവർക്ക് സാമൂഹികമായി ഇടപെടാനുള്ള കഴിവുകൾ എന്ന് പറയും, അത് തീരെ ഇല്ലാണ്ടാവും. അതായത് നമ്മൾ സാധാരണ 1 വയസ്സുള്ള ഒരു കുട്ടി ഇപ്പം നമ്മൾ ഇങ്ങനെ കൈകാട്ടി വിളിച്ചാൽ, വാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ അവർ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. ഈ കുട്ടികൾ തീരെ ശ്രദ്ധിക്കില്ല. കേൾവിക്ക് ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളാണ്, കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളാണ്. അപ്പോൾ അവർ നമ്മളുടെ അടുത്തേക്ക് തീരെ വരില്ല. അതുപോലെ നമ്മൾ ഇപ്പം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൈ കാണിച്ച കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരും. ഈ കുട്ടികൾ അതിന് ശ്രദ്ധ തീരെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർ നമ്മുടെ തൊട്ടടുത്ത്, ഇപ്പം അമ്മ തന്നെ തൊട്ടടുത്ത് പോയി കണ്ണിലേക്ക് നോക്കി വാവേന്ന് വിളിച്ചാൽ പോലും ഈ കുട്ടി മുഖം തിരിച്ച് ചിലപ്പോൾ അങ്ങ് ഓടിപ്പോവും. കുട്ടിക്ക് ഇത് അമ്മയാണ് എന്നുള്ള രീതിയിലൊന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ആ സാമൂഹിക കഴിവ് ഉണ്ടാവില്ല. അത് കൂടി വന്നാൽ പിന്നീട് അവർ ഗൗരവമായ പെരുമാറ്റ പ്രശ്നത്തിലേക്ക് പോകും. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ലോകത്തിരിക്കാനാണ് ഇഷ്ടം. അവർക്ക് തീരെ മറ്റു കുട്ടികളുമായി തീരെ കളിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബിൽഡിംഗ് ബ്ലോക്സോ അല്ലെ എന്തെങ്കിലും കൊടുത്താൽ അത് തന്നെ വെച്ച് ചിലപ്പോൾ 2-3 മണിക്കൂർ അത് ആദ്യം ഒന്ന് ബിൽഡ് ചെയ്യും, പിന്നെ താഴെ ഇടും, പിന്നെ ബിൽഡ് ചെയ്യും. അങ്ങനെ തന്നെ 1-2 വയസ്സിലൊക്കെ അവർ ഇരിക്കാറുണ്ട്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കളിപ്പാട്ടങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുകയല്ല അവർ ചെയ്യുക, അതിങ്ങനെ നിരനിരയായിട്ട് അടുക്കി വെക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ ഒരു ഡോൾ കൊടുത്തു, ഒരു പാവക്കുട്ടി കൊടുത്തു, പിന്നെ 2-3 കാറുകളൊക്കെ കൊടുത്തു, പിന്നെ കുറച്ച് മോഡൽസ് ഓഫ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്താൽ ഇവർ ഓരോന്നും ഇങ്ങനെ അടുക്കി ഒരു നിരയായിട്ട് വെച്ചിട്ട് അത് നോക്കിയിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ വണ്ടികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ സാധാരണ കുട്ടി ഓടിച്ച് കളിക്കും. പക്ഷേ ഈ കുട്ടി വണ്ടി ചിലപ്പോൾ കയ്യിലെടുത്തിട്ട് വണ്ടി തിരിച്ചു പിടിക്കും, എന്നിട്ട് അതിൻ്റെ ചക്രം ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും, അതിൽ തന്നെ നോക്കിയിരിക്കും. ചിലപ്പോൾ നിലത്ത് കിടക്കും, എന്നിട്ട് ആ വണ്ടിയുടെ ചക്രങ്ങൾ മാത്രം ഇങ്ങനെ കുറച്ച് മുമ്പോട്ടും പുറകോട്ടും ഓടിച്ചിട്ട് അതിൽ തന്നെ നോക്കി അവർ ഇരിക്കും. അങ്ങനെയുള്ള കളി അതാണ് അവർക്ക് ഇഷ്ടം. പിന്നെ കറങ്ങുന്ന ഓബ്ജക്ട്സിനോട് അവർക്ക് കൂടുതൽ താല്പര്യമുണ്ട്. ചിലപ്പോൾ ഒരു കട്ടിലിൽ കിടത്തുകയാണെങ്കിൽ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ ഫാനിലേക്ക് നോക്കി ചിലപ്പോൾ 1-2 മണിക്കൂർ ആ നോട്ടം തന്നെ നോക്കി അവരിയ്ക്കും. നേരെ നോക്കുന്നതിന് പകരം ചിലപ്പോൾ അവരുടെ ദൃഷ്ടി തന്നെ ചിലപ്പോൾ ചെരിഞ്ഞാണ് ഒരു സാധനത്തിലേക്ക് തന്നെ അവർ നോക്കുക. അതിൻ്റെ കൂടെ കാണുന്ന സംസാരത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് സാധാരണ കുട്ടി 2 വയസ്സാകുമ്പോൾ 200-ൽ പരം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കും. 3 വയസ്സാകുമ്പോൾ 1000-ൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ച് അവർ സംസാരിക്കാറുണ്ട്. അതിൽ ആശയങ്ങൾ അവരെ ഇപ്പം ചിന്തിച്ച് അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ അവർ നമ്മളോട് പറയും 3 വയസ്സൊക്കെ. പക്ഷെ ഓട്ടിസ്റ്റിക് ആവുന്ന കുട്ടി ചിലപ്പോൾ ഫുള്ളി ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ തന്നെ അവരുടെ സംസാരത്തിൽ കുറച്ച് പ്രത്യേകതകളുണ്ടാവും. ഇപ്പം 1000-ൽ പരം വാക്കുകൾ. ഓക്കെ, ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? മേഡം, എന്റെ പേര് പ്രിൻസി എന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. മേഡം, ഞാൻ എന്റെ മോന് വേണ്ടി വിളിക്കുവാണേ. പറയൂ മേഡം. കുഞ്ഞാണെങ്കിൽ ഇപ്പൊ മോന് 2 വയസ്സുണ്ട്. മേഡം, അന്നേരം കുഞ്ഞൊന്ന് ഉറങ്ങി, നമ്മള് ഉറക്കത്തിലാണെങ്കിൽ കുഞ്ഞിന്റെ തലയുടെ പുറകങ്ങ് ഭയങ്കരമായിട്ടങ്ങ് വീർക്കും. കമ്പനയിലൊക്കെ തല വെച്ച് ഇതിന്റെ അങ്ങ് തലയോട് മുഴുവനും അങ്ങ് നനയും. കുഞ്ഞ് വർത്താനമാണെങ്കിൽ അമ്മ എന്നൊരു വേർഡ് എന്റെ കുഞ്ഞ് പറയുന്നേ ഇല്ല. അച്ചാച്ചാ പപ്പ ഇത് മാത്രമേ പറയത്തുള്ളൂ. അതെന്താ മേഡം? അതല്ല, കുട്ടിക്ക് കേൾവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നമ്മള് ഒരുപാട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കുഞ്ഞ് അത് കേൾക്കാനായിട്ടാണോ അറിയത്തില്ല, ഒരുപാട് എന്ന് വെച്ചോണ്ടിരിക്കും. ഓക്കെ, കുട്ടിക്ക് കേൾവിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കുട്ടിക്ക് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ നമ്മൾ അതിൻ്റെ അവലോകനം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുട്ടികൾ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ അവരുടെ കേൾവിക്ക് കുഴപ്പമില്ല എന്ന് ആദ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സാമൂഹികമായി ഇടപെടാനുള്ള കഴിവുകൾ ഈ പ്രായത്തിൽ വികസിക്കേണ്ടതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അത് വെച്ച് നമ്മൾ നോക്കും. അപ്പം കഴിവുകൾ പ്രായത്തിനനുസരിച്ച് വരുന്നില്ല. അതായത് ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ സംസാരത്തിൻ്റെ കഴിവ് അത് ശരിക്കും 2 വയസ്സുള്ള കുട്ടി 200-ഓളം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി പരിശീലനങ്ങളുണ്ട്, അത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള. അപ്പോൾ ഓട്ടിസത്തിൻ്റെ ഇതിൽ കുട്ടികൾക്ക് ചെറിയ പെരുമാറ്റത്തിലും പ്രശ്നങ്ങൾ വരും, സംസാരത്തിൽ പ്രശ്നങ്ങൾ വരും, സാമൂഹികമായി ഇടപെടാനുള്ള കഴിവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ പരിഹരിക്കാനുള്ള ബിഹേവിയറൽ ഇൻ്റർവെൻഷൻ പ്രോഗ്രാം എന്ന് പറയും, അതിൽ എല്ലാം ഉൾപ്പെടും. അതാണ് നമ്മൾ സാധാരണ പാരന്റ് ട്രെയിനിങ് വഴിയായിട്ട് പാരന്റ് ട്രെയിനിങ് ഇൻ്റർവെൻഷൻസ് എന്നാണ് പറയുക.
അതുവഴി നമ്മൾ മാതാപിതാക്കളെയും കൂടി ഉൾപ്പെടുത്തിയുള്ള പരിശീലനങ്ങൾ വഴി ഇവരിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് പെരുമാറ്റത്തെയും അവരെ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്നുള്ള അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കഴിവുകൾ വികസിക്കാനും അതുപോലെ സംസാരം വികസിക്കാനുള്ള പരിശീലനങ്ങളാണ്. അതുവഴി കുട്ടിയെ നമുക്ക് സാധാരണഗതിയിൽ 2 വയസ്സിന് മുമ്പുള്ള പരിശീലനം ആരംഭിക്കുന്ന കുട്ടികൾ 3-4 വയസ്സാകുമ്പോൾ സാധാരണ നോർമൽ കുട്ടികളായി മാറും. 4 വയസ്സാകുമ്പോൾ 2000-ലേറെ വാക്കുകൾ പറയുന്ന കുട്ടികളായി ഈ കുട്ടികൾ മാറാറുണ്ട്. അപ്പോൾ പരിശീലനങ്ങൾ വേണം. അത് കുട്ടിയുടെ കഴിവുകൾ വിലയിരുത്തി അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാം. അതിനനുസരിച്ച് നമുക്ക് കുട്ടിയെ മിടുക്കനാക്കാനും പറ്റും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ പ്രദീപ്, അസുഖം ഓട്ടിസം തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ, ഈ രോഗം കുട്ടികളിൽ ഇല്ലാണ്ടാക്കാൻ കഴിയുമോ? അതായത് ഇപ്പം ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ വരുന്ന ഒരു കുട്ടിയുടെ ഞാൻ അനുഭവം പറയാം. ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നൊരു കുട്ടി 2.5 വയസ്സായപ്പോഴാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കുട്ടിയുടെ കേൾവി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അമ്മ വന്ന് പറഞ്ഞത് എങ്ങനെയാണ്, ഡോക്ടർ എൻ്റെ കുട്ടി ഇന്ന് വരെ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. കുറച്ച് ശബ്ദങ്ങൾ, ഇപ്പം ഡ ഡ ഡ മമ്മ എന്നുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും, പക്ഷേ അമ്മയെന്ന് വിളിച്ച് എൻ്റെ അടുത്തോട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ അവൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും, എപ്പോഴും ചാടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ലക്ഷ്യബോധം ഇല്ലാതെ അലക്ഷ്യമായിട്ട് ഓടും. അതുപോലെ ചിലപ്പോൾ ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്നുകൊണ്ടിരിക്കും. നടക്കുന്നതിനിടെ ചിലപ്പോൾ ഒരു ചാടലൊക്കെ ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ കൈകാലുകൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഫ്ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ, ഫിംഗർ ഫ്ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൈയൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അതുപോലെ ചിലപ്പോൾ കൈകൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത്, വിരലിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ആ വിരലിലേക്ക് തന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ മുഖത്തേക്ക് തീരെ നോക്കുന്നില്ല, കണ്ണിലേക്ക് തീരെ നോക്കുന്നില്ല എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ ഈ മാതാപിതാക്കളെയും കൂടി ഉൾപ്പെടുത്തിയുള്ള, പ്രത്യേകിച്ച് അമ്മമാർക്കാണ് പരിശീലനം കൊടുക്കുക. ഇതിൽ വീട്ടിൽ നിന്ന് പരിശീലനം തുടരേണ്ടി വരും. അത് ഏകദേശം ഒരു 10-12 മണിക്കൂറോളം കുട്ടി ഉറങ്ങാത്ത നേരം മുഴുവൻ കുട്ടിയുമായി നമ്മൾ ശാസ്ത്രീയമായി ഇടപെട്ട് അതിൽ അവരുടെ പെരുമാറ്റത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ കൂടെ അവരുടെ ഭാഷാപരമായ കഴിവ് വികസിക്കുവാനും അതിനോടൊപ്പം തന്നെ അവർ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാനും ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള പ്രോഗ്രാമാണ് ബിഹേവിയറൽ ഇൻ്റർവെൻഷനിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ പരിശീലനം ആരംഭിച്ച് ഒന്നും സംസാരിക്കാത്ത കുട്ടി 1 മാസം കഴിഞ്ഞപ്പോൾ സംസാരം തുടങ്ങി, അമ്മയെന്നൊക്കെ വിളിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ ആ കുട്ടിയുടെ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. അതിനുശേഷം ഒരു 2-3 മാസം വരുമ്പോൾ തന്നെ ഒരു 50ഓളം വാക്കുകൾ സംസാരിച്ചു. ഒരു കൊല്ലം നിരന്തരമായി പരിശീലനങ്ങൾ ഇടയ്ക്ക് അവർ വന്ന് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൽ വന്ന് അവർ ഒരു ഏകദേശം ഒരു 10 ദിവസം 2 ആഴ്ച കൂടുമ്പോൾ അവരുടെ ഓരോ കുട്ടിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് വിലയിരുത്തി നമ്മൾ നിർദ്ദേശങ്ങൾ വീണ്ടും കൊടുത്ത് ട്രെയിനിങ് തുടരുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ 1000-ന് മേലെ വാക്കുകൾ പറയാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ കുട്ടിക്ക് പ്രീ അക്കാഡമിക് സ്കിൽസ് എന്നൊക്കെ പറയും, പഠനത്തിന് മുന്നോടിയായിട്ട് കൊടുക്കേണ്ട പരിശീലനങ്ങൾ നമ്മൾ കൊടുത്തു. ആശയവിനിമയ ശേഷി നല്ലോണം വർദ്ധിച്ചു. ആ കുട്ടി 2 വർഷം കഴിഞ്ഞപ്പോൾ പെരുമാറ്റ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറി അടങ്ങിയിരിക്കുന്ന കുട്ടിയായി. ആ കുട്ടി ഇപ്പോൾ 3ാം ക്ലാസ്സിൽ നോർമൽ സ്കൂളിൽ സമർത്ഥനായൊരു വിദ്യാർത്ഥിയായിട്ട് പഠിക്കുകയാണ്. അപ്പം നമ്മൾ പ്രാരംഭ ലക്ഷണങ്ങൾ കാണുമ്പോൾ പരിശീലനം കൊടുത്താൽ അവരെ നോർമലാക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ ശൈശവാവസ്ഥയിൽ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കുട്ടി പോവാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിവെൻറ്റീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിയിൽ അവർ ഒരു 6 മാസം ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ നല്ലോണം ചിരിക്കണം. 3 മാസം കഴിയുമ്പോൾ തന്നെ അവരുടെ സ്മൈല് തുടങ്ങും. അത് 4-5 മാസം ആകുമ്പോൾ ലാഫ് എന്ന് പറഞ്ഞാൽ ആ നല്ല ചിരിയിലേക്ക് വരണം. അതുപോലെ 9 മാസം ആകുമ്പോഴേക്കും ബൈ ബൈ പോലത്തെ ഇൻറ്ററാക്ഷൻ വേണം. 10 മാസം കഴിയുമ്പോൾ ജോയിൻ്റ് അറ്റൻഷൻ എന്ന് പറഞ്ഞ സ്കിൽസ് വേണം. ഇതൊക്കെ വികസിപ്പിക്കാനുള്ള പരിശീലനം നമുക്ക് ശൈശവാവസ്ഥയിൽ തന്നെ മാതാപിതാക്കളെ പ്രത്യേകിച്ച് അമ്മമാരെ പരിശീലിപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്ന കുട്ടികൾ സാധാരണ ഞാൻ കാണുന്നത് ഇവരുടെ ഓട്ടിസമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ അവർ വളരെ മിടുക്കരായി സാധാരണ ഒരു കുട്ടിയെക്കാളും ആശയവിനിമയ ശേഷിയും അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവുള്ള മക്കളായിട്ട് നമ്മൾ മാറ്റാൻ പറ്റുന്നുണ്ട്. ഓട്ടിസം ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്കും അല്ലാതെ ടീച്ചേഴ്സിനും ഡോക്ടർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഓട്ടിസം എന്ന് പറയുന്ന പ്രതിഭാസം ആദ്യം തന്നെ എന്താണെന്ന് നമ്മൾ സമൂഹത്തിൽ ബോധവൽക്കരണം ഇനിയും കിട്ടേണ്ടതുണ്ട്. അപ്പം ഇവരുടെ കേൾവി ശക്തിക്കും കാഴ്ചശക്തിക്കും പ്രശ്നമില്ല, ശാരീരിക വളർച്ച നോർമലാണ്. അതിനോടൊപ്പം തന്നെ ഇവർക്ക് ഈ സാമൂഹികമായി ഇടപെടാനുള്ള കഴിവിൻ്റെയൊക്കെ അപര്യാപ്തതയാണ് വരിക. അപ്പം നമ്മൾ കുട്ടികളുടെ മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെൻറ്റ് അതിനെപ്പറ്റി മാതാപിതാക്കൾ വളരെയധികം ബോധവാന്മാരാകണം.
ഒരു കുട്ടിക്ക് പ്രായത്തിനനുസരിച്ച് ഇങ്ങനെയുള്ള കഴിവുകൾ കിട്ടിയില്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ച് നീട്ടിവെക്കാൻ പാടില്ല. അപ്പം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ബുദ്ധിമാന്ദ്യവും പഠന വൈകല്യവും അതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ കണ്ടീഷനും ഓട്ടിസവും തമ്മിൽ വളരെയധികം കുറച്ച് സാമ്യങ്ങളുള്ളതുകൊണ്ട് പലരും അങ്ങനെ തെറ്റിദ്ധരിച്ച് പോവാറുണ്ട്. അപ്പം നമ്മൾ അത് തമ്മിൽ വേർതിരിച്ചറിയണം. സാധാരണ കുട്ടികൾക്ക് സംസാരത്തിനുള്ള കഴിവുകൾക്ക് ഒരു കുഴപ്പവുമില്ല, ആശയവിനിമയ ശേഷിയും ഒരു കുഴപ്പവുമില്ലാത്ത കുറേ കുട്ടികളുണ്ട്. അവർക്കാണ് സാധാരണഗതിയിൽ പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അമിത പ്രവർത്തനവും ഏകാഗ്രതയില്ലായ്മയും. അപ്പൊ അതും ഓട്ടിസവും രണ്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിനുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ ഇവർ സംസാരിക്കും, പക്ഷെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും, എപ്പോഴും ചാടിക്കൊണ്ടിരിക്കും, ശ്രദ്ധ തീരെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ADHD ഉള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതല്ല ഓട്ടിസം എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ പഠനത്തിൽ എന്ന് പറഞ്ഞാൽ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് സാധാരണഗതിയിൽ 3 വയസ്സിന് മുന്നോടിയായിട്ട് പരിശീലനങ്ങൾ ആരംഭിച്ചാൽ നമുക്ക് 5 വയസ്സിനുള്ളിൽ അവർ പെർഫെക്റ്റ്ലി നോർമലായി മാറുന്നുണ്ട്. പക്ഷേ 6 വയസ്സിന് ശേഷമാണ് പരിശീലനങ്ങൾ ഓട്ടിസം ലക്ഷണമുള്ള കുട്ടികൾക്ക് തുടങ്ങിയാൽ പൂർണ്ണമായ ഫലപ്രാപ്തി അവർക്ക് ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് തുടക്കത്തിൽ പരിശീലനങ്ങൾ ആരംഭിക്കണം എന്നുള്ളതാണ് അമ്മമാർ മനസ്സിലാക്കേണ്ടത്. പിന്നെ പഠന വൈകല്യം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കാര്യമാണ്. അതായത് അവർക്ക് ശാരീരിക വളർച്ചയ്ക്ക് കുഴപ്പമില്ല, കാഴ്ചയ്ക്ക് കുഴപ്പമില്ല, കേൾവിക്ക് കുഴപ്പമില്ല, സംസാരിക്കാനും പ്രശ്നമില്ല, പക്ഷെ പഠന സംബന്ധമായ കഴിവുകൾ മാത്രമാണ് അപര്യാപ്തമാകുന്നത്. അത് 4 തരമുണ്ട്. റീഡിംഗ് ഡിസോർഡർ, വായനയിലുള്ള വൈകല്യം, എഴുതുവാനുള്ള കഴിവിന്റെ വൈകല്യം, ഗണിതശാസ്ത്രപരമായ കഴിവിന്റെ വൈകല്യവും പിന്നെ പഠനത്തെ ബാധിക്കുന്ന കൂട്ടായ വൈകല്യങ്ങളും. അവർക്ക് ബാക്കി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ സംസാരം കുറച്ച് വൈകും. അത് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിലേ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതും മാതാപിതാക്കൾ തിരിച്ചറിയണം. അത് ബാക്കി എല്ലാ കഴിവുകളും ഉണ്ട്. അതായത് വിളിച്ചാൽ നമ്മുടെ അടുത്ത് വരും, നമ്മുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കും, സംസാരിക്കും. പക്ഷെ അവര് സംസാരത്തിന്റെ അളവ് എക്സ്പ്രസ് ചെയ്യുന്നത് മാത്രം കുറവാണ്. റിസെപ്റ്റീവ് സ്പീച്ച് അവർക്ക് നോർമലായിരിക്കും. അപ്പൊ ഇത് ഈ മേഖലയിൽ ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ മാതാപിതാക്കൾക്കും ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ പ്രശ്നങ്ങളും ആ പ്രായത്തിനനുസരിച്ച് പരിശീലനങ്ങൾ കൊടുത്താൽ ഏതൊരു കുട്ടിയെയും നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കഴിയും. ഡോക്ടർ, സമയം ഇവിടെ പൂർണ്ണമായി. ഓട്ടിസം എന്ന രോഗത്തെയും അത് കണ്ടെത്തി പരിഹരിക്കേണ്ടതിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചതിന് നന്ദി. ഓക്കെ.